നമസ്കാരം കൂട്ടുകാരെ, TCWMൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈൽ കല്ലുമ്മക്കായ ഫ്രൈ അല്ലെങ്കിൽ കല്ലുമ്മക്കായ റോസ്റ്റ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അവിടെ കാണുന്ന ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കല്ലുമ്മക്കായ. ഇപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 2 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു നാരങ്ങ, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കല്ലുമ്മക്കായൻ്റെ ഷെല്ല് കുറച്ച് ഹാർഡാണ്. അപ്പോൾ നമുക്കൊന്ന് പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. നമ്മളിതിനൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അതായത് ഈ ഷെല്ലിനുള്ളിലാണ് നമ്മുടെ കല്ലുമ്മക്കായ ഉള്ളത്. അപ്പോൾ ഇതിനൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഇതിനൊന്ന് വേവിക്കണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചൂടാക്കുക. നമ്മൾ കല്ലുമ്മക്കായ അവിടെ ഇരുന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൊരു പത പോലെ വരും. ആ സമയത്ത് ഇതിൻ്റെ ഷെല്ല് സോഫ്റ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയാലും പെട്ടെന്ന് അങ്ങ് അതിനെ ഇറന്നെടുക്കാം. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പത വരുന്നത് കാണാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം കല്ലുമ്മക്കായ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സംഭവം ഏകദേശം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് അണയ്ക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതിൻ്റെ ഒന്ന് ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇറക്കാം. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ ഇറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കല്ലുമ്മക്കായയിൽ നമുക്കൊരു ബ്ലാക്ക് കളർ ഒരു സാധനം കാണാം. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. ചിലർക്കത് വയറ്റിന് പിടിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കിത് മാറ്റാവുന്നതാണ്. നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഓരോരോ കല്ലുമ്മക്കായ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കതങ്ങെടുത്ത് കളയാം. പിന്നെ ബാക്കിയുള്ള കല്ലുമ്മക്കായെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന് ശേഷം കല്ലുമ്മക്കായനൊന്ന് കഴുകിയെടുക്കുക. ഒരു 2 തവണ കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ കല്ലുമ്മക്കായ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കല്ലുമ്മക്കായ റോസ്റ്റ് ചെയ്യാനുള്ള മസാല ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് 1-2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അല്പം ചെറുനാരങ്ങ നീരൊന്ന് ആഡ് ചെയ്യാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കല്ലുമ്മക്കായ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാണ്. എരിവ് വേണ്ടവർക്ക് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ വറ്റുന്ന വരെ ഇതൊന്ന് ചൂടാക്കണം. ഇതൊരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ചീനച്ചട്ടി തന്നെ നമുക്ക് മസാല കൂട്ട് റെഡിയാക്കണം. അതിന് ചീനച്ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി സവാള അതിലേക്ക് ആഡ് ചെയ്യുക. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ ഇതൊന്ന് ചൂടാക്കണം. അപ്പോൾ പൊടികളുടെ പച്ചമണം പോകുമ്പോൾ നമ്മൾ തക്കാളി അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത കല്ലുമ്മക്കായ അതിലേക്ക് ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡിയായി വരുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില ആഡ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. നമുക്ക് തീ അണക്കാവുന്നതാണ്. ഇപ്പോൾ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.